ഹായ് ഹലോ, എം ആർ പോൾട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് നമ്മളെ കോഴികളെ എല്ലാ കോഴികളെയും പുറത്തേക്ക് ഇറക്കി നമ്മളെ കൂട്ടുന്ന പുറത്തേക്ക് വിട്ട്. അപ്പോൾ ഇത്രയും ദിവസങ്ങളിൽ കൂട്ടുന്ന ഞാൻ പുറത്തേക്ക് ഇറക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പുറത്തേക്കൊന്ന് ഇറക്കി അവിടുന്ന് തീറ്റ കൊടുത്ത് അപ്പോൾ കുറേ സമയം അവരെ പുറത്ത് തന്നെ വിട്ടു. അപ്പോൾ മഴ തുടങ്ങിയതിന് ശേഷം കൂടൊക്കെ മൊത്തത്തിൽ ഇന്ന് പ്രശ്നമായി പോയതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് മഴയൊക്കെ മാറി നിന്ന് നല്ല വെയിലൊക്കെ ഉള്ളതിനെ കൊണ്ട് ഇവരെ ഞാനൊന്ന് പുറത്തേക്ക് ഇറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പുറത്തേക്ക് ഇറക്കാത്തതിൻ്റെ പേടി, നായി ഇങ്ങനത്തെ സംഭവങ്ങൾ, നായുണ്ട്, പൂച്ച, ഒരു പൂച്ച ഉണ്ട് കോഴിമക്കളെയൊക്കെ പിടിക്കുന്നത്. അപ്പം നമ്മൾ ഇതിന് മുന്നേ ഒരു കോഴിമക്കളെ ഇതുപോലെ പിന്നെ മൂന്നെണ്ണം ഉണ്ടായിരുന്നേ. ആ മൂന്നെണ്ണത്തിൽ ഒരു കോഴിക്കുട്ടീനെ ഇതുപോലെ പൂച്ച പിടിച്ചു കൊണ്ടുപോയതാണ്. അപ്പോൾ അതുകൊണ്ട് അതും പേടിച്ചിട്ട് കോഴിമക്കളെ ഒന്നും ഞാൻ പുറത്തേക്ക് ഇറക്കാറില്ല കേട്ടോ. ഇപ്പം ഇന്ന് ഈ ഒരു സമയം ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെയാണ്, ഞാൻ അവിടെ കാവിൽ നിന്ന് അവരൊക്കെ നോക്കിക്കൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നതാണ്. ഞാൻ എവിടേക്കും പോയില്ല. അപ്പോൾ നായി വരുന്നതൊന്നും നമ്മൾ കാണില്ല. നായുണ്ട്, അതുപോലെ തന്നെ കുറുക്കനുണ്ട്. പകലൊക്കെ കുറുക്കന്മാർ ശല്യമാണ്. അപ്പോൾ എന്ത് വന്നാലും അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കാണുന്നില്ല. ആ ഭാഗം മൊത്തം കാടൊക്കെ ഉണ്ട്. വലിയ കാടുകളൊന്നുമല്ല, എന്നാലും അതിൻ്റെ ഉള്ളിൽ കൂടി ഒന്നും വരുന്നത് നമ്മൾ കാണൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോവാണ്ട് ഇവരെ എടുത്ത് തന്നെ കാവൽ നിന്നതാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാ കോഴിമക്കളും ഉൾപ്പെടെ എല്ലാത്തിനെയും ഞാൻ പുറത്തിറക്കി, നമ്മളെ വലിയ കോഴികളെയൊക്കെ പുറത്തിറക്കി. പിന്നെ നമ്മളെ ആ നെറ്റിൻ്റെ ഉള്ളിൽ 1-2 ആൾക്കാർ പുറത്തിറങ്ങാൻ മടിച്ച ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള എല്ലാ കോഴികളും പുറത്തിറങ്ങി. പിന്നെ സ്ഥിരമായി പുറത്തിറങ്ങുന്ന 2-3 കോഴികളുണ്ടായിരുന്നു. അത് വേഗം തന്നെ പുറത്തിറങ്ങും. അത് പിന്നെ ദിവസേന പുറത്തിറങ്ങുന്നതാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ എല്ലാവരും പുറത്തൂടെ ചിന്തി പെറുക്കി നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ ഒരു സമാധാനം ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും ദിവസങ്ങളിൽ ഊട്ടിൻ്റെ ഉള്ളിലിട്ടിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ എന്തൊക്കെയോ ഒരു ആവേശം അവർക്കും ഉണ്ട്. അപ്പോൾ കുറേ ചിന്തി പെറുക്കി നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ചുറ്റുപാട് നല്ലോണം സ്ഥലവും കാര്യവും ഉള്ളതിനെ കൊണ്ട് ഓടി നടക്കാനും ചിന്തി പെറുക്കാനും ഒക്കെ സ്ഥലമുള്ളതിനെ കൊണ്ട് അവർ മൊത്തം അതിലൊക്കെ കൊത്തിപ്പെറുക്കി തിന്ന് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഭാഗം പിന്നെ ഇതൊക്കെ കാണിക്കാൻ മൂടിയിട്ടത് നമ്മളെ ചാണകം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ പിന്നെ ഇപ്പോൾ ചാണകം പിന്നെ കുറച്ചുണ്ട്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് മൊത്തം ചാണകത്തിൽ വെള്ളം കയറിയിട്ട് മൊത്തം അത് ഇതായി പോകുന്നതിനെ കൊണ്ട് മൂടിയിട്ടതാണ്. കുറച്ച് ഉണങ്ങിയ ചാണകമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നുള്ളൊരു മഴയല്ലേ, ആ സമയത്ത് മൊത്തം പിന്നെ ആകെ നമ്മൾ ഇങ്ങനെ പിന്നെ വീട്ടിൽ ആൾക്കാരിങ്ങനെ പറയുന്നതിനനുസരിച്ച് ഉണക്കി കൊടുക്കുകയായിരുന്നു ചെയ്യാറ്. അപ്പോൾ ഈ പെട്ടെന്നുള്ള മഴയെല്ലാം കൂടെ കാരണം ഉണക്കാനും പറ്റിയില്ല. അങ്ങനെ കുറേ മൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ പുറത്ത് വിടുന്ന സമയത്ത് മൊത്തം ചാണകത്തിൽ കൊത്തിപ്പെറുക്കി തിന്നാൽ മാത്രം ഉണ്ടാവുക അവർക്ക്. അപ്പോൾ അതിൽ ചിന്തിപ്പെറുക്കി നടന്ന് ഫുൾ അതിൽ തന്നെയായിരിക്കും ഇവർ പിന്നെ ഉണ്ടാവൽ. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ മൂടിയിട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചിന്തി നാശമാക്കിയെങ്കിലേ മൊത്തം മണ്ണായിട്ട് ഇതായി പോകില്ല. മണ്ണിലേക്കാണല്ലോ ഇവർ ചിന്തി ഇടുക. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മൂടിയിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇവർ പുറത്തിറങ്ങുന്നതിനെ കൊണ്ട് ചാണകത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എല്ലാം ചിന്തി നശിപ്പിച്ചാളിയല്ലോ. പിന്നെ ആണെങ്കിൽ ഇപ്പോൾ ചെടികളും അങ്ങനത്തെ നമ്മളിപ്പം മുളകും തൈയും അങ്ങനത്തെ എന്ത് സാധനം കുഴിച്ചിട്ടാലും അതിൻ്റെ ഇലയൊക്കെ അവർ കൊത്തിപ്പെറുക്കി അങ്ങ് തിന്നാളിയും. അപ്പോൾ അങ്ങനെ ചില ബുദ്ധിമുട്ട് കണ്ട് എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർ പെട്ടെന്നൊന്നും വരെ പുറത്തിറക്കിയപ്പോൾ എന്തൊക്കെയോ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും ഇവർ പോയില്ല. അല്ലാണ്ട് ഇവരിലേക്ക് അങ്ങനെ ചിന്തിപ്പെറുക്കി നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു സന്തോഷം കേട്ടോ. ശരിക്കും ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, കൂട്ടിലിട്ട് വളർത്തുന്നതിനെക്കാളും എനിക്കിവരെ ഇതുപോലെ തുറന്നിട്ട് വളർത്തുന്നതാണ് ഭയങ്കര ഇഷ്ടം. തുറന്നിട്ട് ഇതിലിങ്ങനെയൊക്കെ നടന്ന് കൊത്തിപ്പെറുക്കി തിന്ന് നടക്കുന്നത് കാണാൻ തന്നെ ഒന്നുമില്ലേ അത് നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ കോഴികളെങ്ങനെ കാണുമ്പോൾ. പക്ഷേ നിവൃത്തിയില്ല, അതാണ് പ്രശ്നം. കാരണം
ഈ നായും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് എതിലെയാ വന്ന് പിടിക്കാന്നറിയില്ല. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു 3-4 കോഴികൾ പുറത്തിറങ്ങുന്ന കോഴീൻ്റെ കൂട്ടത്തിൽ ഒരു പുള്ളിക്കോഴി ഉണ്ടായിരുന്നു. ആകെ എനിക്കുള്ളൊരു പുള്ളിക്കോഴി ഉള്ളിന് അതിനെ ഞാൻ ആറ്റ് നോറ്റ് കൊണ്ടു നടക്കുന്നതായിരുന്നു. അപ്പോൾ അതിനെ ഇതുപോലെ പുറത്തിറങ്ങിയ സമയത്ത് അതെങ്ങനെയെങ്കിലും പുറത്തിറങ്ങുന്ന കോഴിയാട്ടോ, എങ്ങനെ അടച്ചു വെച്ച് പോന്നാലും നമ്മൾ പോയി ഇങ്ങോട്ട് തിരിയുമ്പോഴേക്ക് അത് പുറത്തെത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ദിവസം അതിനെ കൊണ്ടുപോയി, എവിടെ നോക്കിയിട്ടും കണ്ടില്ല. അതപ്പോൾ എന്തായാലും ഉറപ്പിക്കാം അങ്ങനെ കൊണ്ടുപോയതാണ്, നായോ എന്തോ പിടിച്ചു പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അതങ്ങനെ പോയി. അതിനുശേഷം ഇപ്പോൾ പുള്ളിക്കോഴി എന്ന് പറഞ്ഞൊരു സംഭവമല്ല, എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കോഴികളാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ വീടിൻ്റെ മുറ്റത്തൂടെ അതിലെ ഇതിലും ഒക്കെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ കാഴ്ചയൊക്കെ നോക്കി നിന്ന്, കാരണം നമ്മളിങ്ങനെ എല്ലാ കോഴികളിങ്ങനെ പുറത്ത് ഒരു 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 ചെറിയൊരു ചുറ്റുപാട് കൂടിയാണല്ലോ സാധാരണ നമ്മൾ കൂട്ടിൻ്റെ ഉള്ളിൽ ഇവരെ ഒരു ജീവിതം. അപ്പം മൊത്തം ഇവരെ ഒന്ന് പുറത്തേക്ക് അങ്ങോട്ട് തുറന്ന് വിട്ടപ്പോൾ ഇവരെ ആ ഒരു മൊത്തം ചെതറി ഇങ്ങനെ നടക്കുന്നതൊക്കെ കാണും. പലരും പല ഭാഗത്തോടെയൊക്കെ ഇങ്ങനെ പാഞ്ഞ് നടക്കുകയും കൊത്തി ചിന്തി നടക്കുകയൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു കുറേ നേരം നോക്കി നിൽക്കാൻ തോന്നിപ്പോവും. അപ്പോൾ ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പിന്നെ തീറ്റ ഉണ്ടായിരുന്നു, അത് നമ്മളെ BV380 തീറ്റയായിരുന്നു. അപ്പോൾ അത് പിന്നെ കുറച്ച് ഞാൻ ഇവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കൊടുക്കില്ല, പക്ഷേ എന്നാലും പിന്നെ കുറച്ച് ബാക്കി വന്ന തീറ്റ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇവർക്ക് എടുത്ത് കൊടുത്ത്. അപ്പോൾ അത് ആ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തപ്പോഴേക്ക് മൊത്തം നമ്മളെ വെള്ളപ്പൂവനുണ്ട്, വെള്ളപ്പൂവൻ എപ്പോഴും ആ പാത്രത്തിൽ എന്ത് സാധനം ഇട്ട് കൊടുത്താലും അത് തട്ടിത്തെറിപ്പിക്കുന്ന സ്വഭാവമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ മൊത്തം തട്ടിത്തെറിപ്പിച്ച്. ഇങ്ങനത്തെ തീറ്റയൊക്കെ നിലത്ത് പോയി കഴിഞ്ഞാൽ കൊത്തിപ്പെറുക്കി തിന്നാനും കിട്ടൂല, അത് മൊത്തം ഇതായി പോകല്ലോ, ഒരു പൊടി പോലെയല്ലേ. അങ്ങനെ അതങ്ങനെ അവിടെ മൊത്തം പിന്നെ ചെതറിടിയിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഇങ്ങനെ ഇവർ കൊത്തി തിന്നാണ്. പിന്നെ ഇവർക്ക് നമ്മളെ മാങ്ങ ഉണ്ടല്ലോ, ഇപ്പം മാങ്ങേൻ്റെ ഒരു സീസൺ ആയത് കൊണ്ട് നല്ലോണം മാങ്ങ കിട്ടുമല്ലോ. അപ്പോൾ ആ മാങ്ങേൻ്റെ ഇതൊക്കെ ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. അതൊക്കെ നല്ല തീറ്റയാണ് ഇവർ. അതൊക്കെ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇപ്പോഴത്തെ സീസൺ അനുസരിച്ച് ഈ മാങ്ങയായാലും ചക്കയായാലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് അതൊക്കെ തന്നെ മതി, വേറെ സ്പെഷ്യൽ തീറ്റകളുടെ ആവശ്യമൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ പഴുത്ത ചക്ക അത് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കും. അത് ഇങ്ങനെ ചക്ക പിന്നെ 2-3 ചീന്താക്കി അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അതിൽ നിന്ന് കൊത്തിപ്പെറുക്കി നന്നായിട്ട് അങ്ങോട്ട് തിന്നോളൂ. അതുപോലെ തന്നെ മാങ്ങ ഇപ്പം ഇച്ചിരി ഒരു കേടൊക്കെ ആയ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ ഇവർക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് ഇവർ കൊത്തി തിന്നോളും. പിന്നെ നമ്മൾ തോലും അങ്ങനത്തെ അണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാകുമല്ലോ, ആ വേസ്റ്റൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇട്ട് കൊടുക്കലാണ്. ഇവരത് നമ്മൾ ഇന്നലെ ഞാൻ പിന്നെ ഇതുപോലെ ഇവർക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ചെല്ലുമ്പോഴേക്ക് ഇവർ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം അത് കൊത്തി എങ്ങനെയൊക്കെയോ തിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന മാങ്ങേൻ്റെ ഇതൊക്കെ ഞാൻ ഇവർക്ക് കൊടുക്കുക ചെയ്യുക, പുറത്തേക്ക് എവിടേക്കും കളയല്ല, ഇവർക്ക് കൊടുക്കും. അവർക്ക് തിന്നാൻ മാത്രമല്ല അതിലുണ്ടാകുമല്ലോ, അതുകൊണ്ട് ഇവരത് നന്നായിട്ട് തിന്നലുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാ സാധനങ്ങളും ചക്കയായാലും മാങ്ങയായാലും ഒക്കെ ഇപ്പം എല്ലാവർക്കും ചെയ്യുന്ന കാര്യമായിരിക്കും ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ, വേസ്റ്റ് കാര്യങ്ങളും. ഇപ്പോൾ ഈ സീസണൊക്കെ ആകുമ്പോൾ ചക്ക മാങ്ങ അങ്ങനത്തെ ഒക്കെ സീസൺ ആകുന്ന സമയത്ത് കോഴികൾക്കും ഒരു ഭക്ഷണമാണ് സംഭവം. ഇവർക്ക് കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ ശരിക്കും കൂട്ടിലിട്ട് വളർത്തുന്നേറ്റുങ്ങൾക്ക് ഇങ്ങനത്തെ സാധനം ഒന്നും നമുക്ക് കൊടുക്കാം കൂട്ടിലിട്ട് വളർത്തുന്നേറ്റുങ്ങൾക്ക്. പക്ഷെ പുറത്തുള്ള കോഴികളാണെങ്കിൽ അവർക്ക് എന്ത് സാധനമായും ചിന്തിപ്പെറുക്കി തിന്ന് നടക്കാമല്ലോ. ഒരു കണക്കിന് ശരിക്കും പറയുകയാണെങ്കിൽ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികൾക്കായിരിക്കില്ല കുറച്ച് ചിലവ് കൂടുതൽ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവരായിട്ട് ചിന്തിപ്പെറുക്കി നടന്ന് തിന്നുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ കൂട്ടുന്ന്. അപ്പോൾ പുറത്താണെങ്കിൽ ഇവർക്ക് എല്ലാ സാധനവും കിട്ടുകയും ചെയ്യും. ഇതുപോലെ നമ്മൾ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ശരിക്കും ഇവർ കണ്ടെത്തിക്കോളും. ഇവർക്ക് ചിലവ് എന്താ പറയുക, ഭക്ഷണത്തിൻ്റെ ചിലവ് നമുക്ക് കുറയ്ക്കാം. നമുക്ക് ഈ പിന്നെ വാങ്ങുന്ന തീറ്റേൻ്റെ ഇത് കുറയ്ക്കാം ശരിക്കും. പിന്നെ ഇപ്പോൾ ഗോതമ്പായാലും ഞാനിപ്പോൾ ഗോതമ്പ് വാങ്ങി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ,
അപ്പോൾ ഇങ്ങനത്തെ ഇതുപോലെയാണ് ഇവരെ വളർത്തുന്നത് വെച്ചാൽ, ഇതുപോലെ തുറന്ന് വിട്ട് വളർത്തുകയാണെങ്കിൽ ഈ ഗോതമ്പായാലും ഇനിയിപ്പോൾ അരി ആയിക്കോട്ടെ, മറ്റ് എന്ത് സാധനം ആയിക്കോട്ടെ, കോഴിക്ക് നമുക്ക് എന്ത് വാങ്ങി കൊടുക്കുന്നുണ്ടോ അതിൻ്റെ ഒരു ചിലവ് ശരിക്കും നമുക്ക് കുറച്ചെടുക്കാം ഇങ്ങനെയാണെങ്കിൽ. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം നമുക്ക് ഇല്ല എന്നുള്ളതാണ് പ്രധാനം. ഇങ്ങനെ ഇവരെ ഇതുപോലെ ഇത്രയും കോഴികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണത്. അത് നായി ആയാലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്ന് പിടിക്കുമല്ലോ എന്നുള്ളത്.